സമൂഹത്തിൽ ഡൗൺ സിൻഡ്രോമുമായി ബന്ധപ്പെട്ട പരിചരണങ്ങൾ ചർച്ചകളിൽ നിറയുമ്പോൾ അത്തരം കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുകയാണ് കൊച്ചി അമൃത ആശുപത്രി. ഡൗൺ സിൻഡ്രോം ബാധിതരായ കുരുന്നുകളും അവരുടെ കുടുംബാംഗങ്ങളും കൊച്ചി അമൃത ആശുപത്രിയിൽ പരിശീലനത്തിനായി ഒത്തുകൂടി. രോഗം പരമാവധി നേരത്തെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ വിദഗ്ധർ വിലയിരുത്തി. ഡൗൺ സിൻഡ്രോം സംബന്ധിച്ച് അവബോധം വളർത്തുന്നതിന്റെ ഭാഗമായി നിരവധി വിഷയങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന പരിപാടിയായിരുന്നു അമൃതാങ്കണം. ഗർഭധാരണം മുതൽ ഇത്തരം കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുന്നതുവരെ നൽകേണ്ട പരിപാലനം, നിയമവശങ്ങൾ, മാതാവിന്റെ ഉയർന്ന പ്രായം, പാരമ്പര്യം തുടങ്ങിയ വെല്ലുവിളികൾ അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ആർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തു. But as we took care of them, we realized that they have a variety of very special needs that needs focused care from a variety of disciplines. So as the hospital grew and expanded, we were able to deliver care for all the aspects of Down syndrome and find ways and means by which they can be both productive as well as leading fulfilling lives, with the idea of exploring the possibility of how to unleash their potential, how to provide multidisciplinary care, how to counsel families who have affected children, how to address anxiety that the parents suffer from, the challenges that they suffer from. So this program is really meant for all those aspects. പക്ഷേ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തിയേറ്റർ ആൻഡ് ആർട്ട് എന്ന് പറയുന്ന ടൂളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദി സിൻഡ്രോംസ് ആൻഡ് ഡിസബിലിറ്റീസ് ഓർ ചലഞ്ചസ് ഓർ നമ്മൾ സ്പെഷ്യലി ഏബിൾഡ് എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള ഭാഷയ്ക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് തരത്തിലുള്ള പ്രത്യേകതകളുണ്ടാകും. ഇപ്പം ഭൂരിപക്ഷം നോക്കുമ്പോഴാണ് ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളിൽ പ്രശ്നത്തെ കാണുന്നത്. അതാണ് ഭൂരിപക്ഷമെങ്കിലോ നമ്മൾ നേരെ തിരിച്ചും വരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യക്തികളാണ്, ജീവനുകളാണ്. അപ്പോൾ വിവിധ ഏജുകളിലുള്ള ഇവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ജെൻഡർ, ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് ലെവലിലുള്ള എന്താ പറയുക എബിലിറ്റി ഡിസബിലിറ്റി ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഓരോ വ്യക്തിയെയും തുറക്കാനുള്ള ഒരു സ്പേസാണ് തിയേറ്റർ എന്ന് പറയുന്ന മാധ്യമത്തിനുള്ളത്. അപ്പോൾ തിയേറ്റർ ഒരു എഡ്യൂക്കേറ്റീവ് പ്രോസസ്സാണ്, അത് മെഡിറ്റേറ്റീവാണ്, മെഡിക്കേറ്റീവാണ്. ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾക്കായി കമ്മ്യൂണിറ്റി ലിവിംഗ് എന്ന ആശയം നടപ്പിലാക്കുന്നത് രക്ഷിതാക്കളുടെ കാലശേഷം അവരെന്ത് ചെയ്യുമെന്ന ആശങ്കയ്ക്ക് പരിഹാരമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഇത്തരം കുട്ടികൾക്ക് മുഖ്യധാരയിലേക്ക് എത്താൻ ധാരാളം സാധ്യതകൾ ഇപ്പോൾ ഉണ്ടെന്നും ഇതിൽ രക്ഷിതാക്കളുടെ പങ്ക് വളരെ വലുതാണെന്നും ചികിത്സാ മേഖലയിലെ വിദഗ്ധനായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷാജി തോമസ് ജോൺ പറഞ്ഞു. ഇവർ ശരിക്കും ആദ്യം മുതൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 3 മാസത്തിന് മുമ്പ് തന്നെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സ്വയം പര്യാപ്തമായിട്ട് സ്വന്തമായിട്ട് കാലിൽ നിന്ന് സ്വന്തമായിട്ട് ജോലി ചെയ്യാനുള്ള പ്രാപ്തി വരെ ആക്കിയെടുക്കാൻ പറ്റും. പലപ്പോഴും ആ ഒരു ട്രെയിനിങ്ങാണ് മിസ് ചെയ്യുന്നത്, ആ ഇനീഷ്യൽ ട്രെയിനിങ്. ഫസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ബ്രെയിനിൻ്റെ ആ ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് ഇത് മിസ് ചെയ്യുന്നു. അപ്പോൾ ഇവരെ ശരിക്കും ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പല പിള്ളേരും ട്രെയിനിങ് കൊടുത്തിട്ട് സ്വന്തം ജോലി ചെയ്യുന്ന പിള്ളേർ പലയിടത്തും ഉണ്ട്. അപ്പോൾ ആ ഒരു നിലയിലാണ് നമ്മൾ ഇതിനുള്ള ഊനം കൊടുക്കുന്നത്. പിന്നെ സമൂഹം ഇവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു പ്രയാസമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവർ ഇൻ്റലക്ച്വലി ഡിസേബിൾഡാണ്, ഇവരെ കൊണ്ടൊന്നും കഴിവില്ല എന്നൊരു ഫീലിംഗാണ് സമൂഹത്തിൽ പലർക്കും ഉള്ളത്. അത് നമ്മൾ മാറ്റിയെടുക്കാനായിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസ് ആവശ്യം. ഇപ്പം പലയിടത്തും സമൂഹത്തിലുള്ള പല ആൾക്കാരും ഇവരെ റിസീവ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ ഇവർക്ക് ജോലി കിട്ടാൻ തുടങ്ങിയത്, ഇവരുടെ കഴിവുകൾ മനസ്സിലാക്കി അവർക്ക് ജോലി കിട്ടാൻ തുടങ്ങിയത്. കാരണം ഇവർക്ക് റിപ്പറ്റേറ്റീവ് വർക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാം, ഒരുപാട് ആലോചിച്ച് ചെയ്യേണ്ടത് ചിലപ്പോൾ ഒരു പ്രോബ്ലം വന്നേക്കാം. പക്ഷേ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും ഇവർക്ക് ചെയ്യാൻ പറ്റും. പ്രോപ്പർലി ട്രെയിൻഡ് ആണെങ്കിൽ ഇവർക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും വളരെ പ്രധാനമാണെന്നും വിവിധ മേഖലകളെ ഉൾപ്പെടുത്തിയുള്ള ചികിത്സാരീതിയാണ് കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടതെന്നും വിദഗ്ധ ഡോക്ടർമാർ രക്ഷിതാക്കളോട് വിശദീകരിച്ചു. നാടക അഭിനയ പരിശീലകനും ഗവേഷകനുമായ ദേവേന്ദ്രനാഥ് ശങ്കരനാരായണന്റെ നേതൃത്വത്തിൽ നടത്തിയ തിയേറ്റർ ശില്പശാലയിൽ കുട്ടികൾ സജീവമായി പങ്കുകൊണ്ടു. എല്ലാം ഈ പറയുന്ന
ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യമാണ്. ഇത് പുറത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, പുറത്തേക്ക് വരുമ്പോൾ അതിന് എക്സ്പ്രഷൻ എന്നാണ് പറയുക എങ്കിൽ, ആ എക്സ്പ്രഷനാണ് ഓരോ വ്യക്തിയെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, ഇയാൾക്കെന്തോ അങ്ങനെയുണ്ടല്ലോ, ഇയാളെന്തോ ഇങ്ങനെയാണല്ലോ പ്രത്യേകത എന്ന് പൊതുസമൂഹത്തിൽ കാണുന്നത് ഈ എക്സ്പ്രഷനുകൾ കൊണ്ടാണ്. പക്ഷേ ആർട്ടിന് ഈ അവതരണങ്ങൾക്കപ്പുറത്തേക്ക് ജീവിതത്തിൽ ഒരുപാട് പങ്ക് വഹിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ നിത്യജീവിതത്തിൽ. അതുകൊണ്ടാണ് ആർട്ട് ഓഫ് ലിവിങ് എന്നൊക്കെ നമ്മൾ ചില പദ്ധതികൾക്ക് പേരിട്ട് വിളിക്കുന്നത്. ഈ ജീവിതത്തിനെ ആർട്ടാക്കുകയും ആർട്ട് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന സമയത്ത് ഓരോ വ്യക്തിയും കുറേയും കൂടി ലൈറ്ററാകും എന്നുള്ളതാണ്. ഹാർട്സ് ഓഫ് ജോയ് സ്ഥാപക ലോറൻ കോസ്ബെൽ, പീഡിയാട്രിക്സ് ജനറ്റിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ഷീല നമ്പൂതിരി, പീഡിയാട്രിക്സ് വിഭാഗം മേധാവി ഡോക്ടർ സി ജയകുമാർ, ഡോക്ടർ കെ.പി. വിനയൻ തുടങ്ങിയ വിദഗ്ധർ ചർച്ചകളിൽ പങ്കെടുത്തു. അമൃത ആശുപത്രി പേഷ്യന്റ് സർവീസ് വിഭാഗം GM ബ്രഹ്മചാരിണി രഹ്ന നന്ദി പ്രകാശിപ്പിച്ച ചടങ്ങിൽ സിനിമാ താരങ്ങളായ സണ്ണി വെയിൻ, ലക്ഷ്മിപ്രിയ, മനുരാജ് എന്നിവർ സാന്നിധ്യമായി. ആദർ സ്കൂൾ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് തുടങ്ങിയ സ്ഥാപനങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.